ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും രോഗശാന്തികളോടും കൂടി വചനം സ്ഥിരീകരിച്ചു. അനേകരെ ഈശോയെ ഏകരക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. സഭ വളർന്നുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം അതിലൊത്തിരി സുവിശേഷ പ്രഘോഷണങ്ങളുണ്ട്. പത്രോസ് ലീഹായുടെ 5 സുവിശേഷ പ്രസംഗങ്ങൾ, പൗലോസ് ലീഹായുടെ 7 സുവിശേഷ പ്രസംഗങ്ങൾ, സ്തെഫാനോസിന്റെ സുദീർഘമായൊരു വചന പ്രഘോഷണവും. പ്രിയപ്പെട്ടവരെ, പത്രോസ് ലീഹായും പൗലോസ് ലീഹായും സ്തെഫാനോസും ഒക്കെ വചനം പ്രസംഗിച്ചപ്പോൾ യേശു ഏകരക്ഷകനാണ്, യേശുവിലൂടെ മാത്രമേ നിത്യരക്ഷയുള്ളൂ എന്നാണ് ഇവരൊക്കെ പ്രഘോഷിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ പ്രഘോഷണങ്ങൾ, ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ടോക്ക് കാണാനിടയായപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമാണ്, ആഭിചാരത്തിന്, കൂടോത്രത്തിന്, കൈവശത്തിന് ഇതിനൊക്കെ ശക്തിയുണ്ട്, ഇതിനെ എങ്ങനെ നമുക്ക് നിർവീര്യമാക്കാം എന്ന് പറഞ്ഞാണ് ഈ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ. അപ്പസ്തോലന്മാര് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത് ഈശോയ്ക്കാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഇതുപോലെയുള്ള തിന്മയുടെ ശക്തികൾ ഇങ്ങനെ പ്രവർത്തിക്കും, തിന്മയുടെ ശക്തികൾ അങ്ങനെ പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് മഹത്വം കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചത്. പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ച് പരിശുദ്ധാത്മാവിനാലൊക്കെ നിറഞ്ഞ് നമ്മൾ ഈശോയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈശോയുടെ ശക്തിയെ കഴിഞ്ഞും കൂടുതൽ മറ്റു പല ശക്തികൾക്കാണ് പ്രാധാന്യം കൊടുത്ത് പലരും സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പന്തക്കുസ്തായിലൂടെ അപ്പസ്തോലന്മാരിലേക്ക് വന്നപ്പോൾ അവരെ ലോകമെങ്ങും പോയി പ്രഘോഷിച്ചത് യേശു ഏകരക്ഷകനാണ്, യേശു ഏകരക്ഷകനാണ് എന്ന് പ്രഘോഷിക്കുമ്പോൾ അതിനു പുറമെ വചനം സ്ഥിരീകരിക്കുവാൻ വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും രോഗശാന്തികളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആഭിചാരം, കൂടോത്രം, കൈവശം ഇതൊക്കെ പ്രഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ച് മാനസാന്തരങ്ങളോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും സംഭവിക്കില്ല. അത് പ്രഘോഷിക്കുമ്പോൾ പിശാചിന് ഒത്തിരി ഇഷ്ടമാണ്. എന്നെപ്പറ്റി ആരെങ്കിലും ഒരാൾ പറയാനുണ്ടല്ലോ എന്നിങ്ങനെ ഓർത്ത് പിശാച് സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ മിനിങ്ങാന്നാണ് നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചത്. നമ്മൾ പരിശുദ്ധാത്മാവുമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഘോഷിക്കേണ്ടത് ഈശോയെ മാത്രമാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും രോഗശാന്തികളൊക്കെ അനേകർക്ക് നൽകി ഈശോയിലേക്ക് അനേകരെ അടുപ്പിക്കുവാനും സഭ വളർത്തുവാനും ദൈവരാജ്യം വളർത്തുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് മറന്നുകൊണ്ട് മറ്റ് ശക്തികൾക്ക് പ്രാധാന്യം കൊടുത്ത് അവയെപ്പറ്റി പറയാതെ യേശുവാണ് ഏകരക്ഷകനെന്ന് പ്രഘോഷിക്കുവാൻ എല്ലാവരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ, അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.